ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 83-ാം ദിവസം. ഗിബെയോൻകാരുമായി ഉടമ്പടി. ഇന്നേ ദിവസം നമ്മൾ ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം, ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം, 126-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ആയി പട്ടണം നശിപ്പിക്കുന്നതും ഗിബെയോൻകാരുടെ കൗശല വിജയവുമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മളെക്കാളും ഉത്തരവാദിത്വവും ഭാരവും ദൈവത്തിനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ കുറേ ഭാരങ്ങൾ ഇല്ലാതാകുമെന്ന ചിന്ത തിരുവചനം നമുക്ക് നൽകുന്നു. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം. ആയിപ്പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. നിന്നോടൊപ്പം എല്ലാ യോദ്ധാക്കളെയും കൂട്ടി എഴുന്നേറ്റ് ആയിലേക്ക് കയറി ചെല്ലുക. നോക്കൂ, ഞാൻ ആയി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറിക്കോയോടും അതിൻ്റെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അതിൻ്റെ രാജാവിനോടും പ്രവർത്തിക്കുക. അതിൻ്റെ കൊള്ളവസ്തുവും കന്നുകാലിയും മാത്രം നിങ്ങൾക്കായി അപഹരിക്കാം. പട്ടണത്തിനായി അതിനു പിന്നിൽ ഒരു ഒളിസങ്കേതം ഒരുക്കുക. ജോഷുവയും എല്ലാ യോദ്ധാക്കളും ആയിലേക്ക് കയറാനായി തയ്യാറെടുത്തു. ജോഷുവ യുദ്ധവീരന്മാരായ 30,000 പേരെ തിരഞ്ഞെടുത്ത് അവരെ രാത്രിയിൽ അയച്ചു. അവൻ അവരെ ഇപ്രകാരം അനുശാസിച്ചു, നോക്കൂ, നിങ്ങൾ പട്ടണത്തിന് പിന്നിൽ നിന്നുള്ള പട്ടണത്തിനെതിരെയുള്ള പോരുകാരാണ്. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് ഏറെ അകലെയായിരിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കണം. ഞാനും എന്നോടൊത്തുള്ള എല്ലാ ജനവും പട്ടണത്തെ സമീപിക്കും. മുമ്പത്തെ പോലെ അവർ ഞങ്ങളെ നേരിടാൻ പുറത്തു വരുമ്പോൾ ഞങ്ങൾ അവർക്ക് മുമ്പിൽ പലായനം ചെയ്യും. ഞങ്ങൾ അവരെ പട്ടണത്തിൽ നിന്ന് ദൂരെ അകറ്റുന്നതുവരെ അവർ ഞങ്ങൾക്ക് പിന്നാലെ പുറപ്പെടും. നമ്മുടെ മുന്നിൽ മുമ്പത്തെ പോലെ പലായനം ചെയ്യുന്നവർ എന്ന് അവർ തീർച്ചയായും പറയും. ഞങ്ങളോ അവർക്ക് മുന്നിൽ പലായനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഒളിസങ്കേതത്തിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം കൈവശപ്പെടുത്തണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പട്ടണം പിടിച്ചടക്കുന്ന മുറയ്ക്ക് നിങ്ങൾ പട്ടണത്തിന് തീയിടണം. കർത്താവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ ചെയ്യണം. നോക്കുവിൻ, ഞാനാണ് നിങ്ങളെ അനുശാസിക്കുന്നത്. ജോഷുവ അവരെ അയച്ചു. അവർ ഒളിത്താവളങ്ങളിലേക്ക് നടന്ന് ബഥേലിനും ആയിക്കുമിടയ്ക്ക് ആയിക്ക് പടിഞ്ഞാറായി തങ്ങി. ജോഷുവയാകട്ടെ ആ രാത്രി ജനമധ്യേ രാപ്പാർത്തു. ജോഷുവ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ജനത്തെ അണിനിരത്തി. അവനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ജനത്തിനു മുമ്പിലായി ആയിലേക്ക് കയറി ചെന്നു. അവനോടുകൂടി ഉണ്ടായിരുന്ന യോദ്ധാക്കളെല്ലാം നഗരോന്മുഖമായി കയറി അടുത്തു ചെന്ന് ആയിക്കു വടക്കുവശത്ത് പാളയമടിച്ചു. അതിനും ആയിക്കുമിടയ്ക്ക് താഴ്വാരമായിരുന്നു. അവർ 5000-ഓളം പേരെ വേർതിരിച്ച് ബഥേലിനും ആയിക്കുമിടയ്ക്ക് പട്ടണത്തിന് പടിഞ്ഞാറായി പതിയിരുത്തി. അവർ ജനത്തെ പട്ടണത്തിന് വടക്കുഭാഗത്തുള്ള പാളയം മുഴുവനോടും പട്ടണത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ പിന്നണിയോടുമൊത്ത് ഒരുക്കി. ജോഷുവ ആ രാത്രി താഴ്വര മധ്യത്തിലൂടെ നടന്നു. ആയി രാജാവ് അത് കാണാനിടയായപ്പോൾ അവനും അവൻ്റെ ജനവും ഉൾപ്പെടുന്ന പട്ടണവാസികൾ തിടുക്കപ്പെട്ട് നേരത്തെ ഉണർന്ന് യുദ്ധത്തിൽ ഇസ്രായേലിനെ നേരിടാനായി അറാബായ്ക്ക് മുൻപിലുള്ള നിശ്ചിത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിൻ്റെ പുറകിൽ നിന്ന് തനിക്കെതിരെ ഒളിപ്പോരുള്ളത് അവൻ അറിഞ്ഞിരുന്നില്ല. അവർക്ക് മുമ്പിൽ ജോഷുവയും ഇസ്രായേൽക്കാർ മുഴുവനും ആക്രമണ വിധേയരായി
മരുഭൂമി വഴിക്ക് പലായനം ചെയ്തു. അവരെ അനുധാവനം ചെയ്യുന്നതിന് പട്ടണത്തിലുണ്ടായിരുന്ന ജനത്തെയെല്ലാം അവർ വിളിച്ചറിയിച്ചു. അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ അകലെയായി. ആയിലോ ബഥേലിലോ ഇസ്രായേൽക്കാരുടെ പിന്നാലെ പുറപ്പെടാത്തവരായി ആരും അവശേഷിച്ചില്ല. പട്ടണം തുറന്ന നിലയിൽ വിട്ടിട്ടാണ് അവർ ഇസ്രായേൽക്കാരെ പിന്തുടർന്നത്. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, നിന്റെ കയ്യിലുള്ള കുന്തം ആയിക്ക് നേരെ നീട്ടുക. തീർച്ചയായും ഞാൻ പട്ടണം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ജോഷുവ തൻ്റെ കുന്തം പട്ടണത്തിന് നേരെ നീട്ടി. അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിസംഘം സ്വസ്ഥാനത്ത് നിന്ന് പെട്ടെന്നെഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് പിടിച്ചെടുത്തു. അവർ തിടുക്കപ്പെട്ട് പട്ടണം അഗ്നിക്കിരയാക്കി. ആയിക്കാർ തങ്ങളുടെ പിന്നിലേക്ക് മുഖം തിരിച്ചപ്പോൾ അവർ കണ്ടു, ഇതാ ആകാശത്തേക്ക് പട്ടണത്തിൻ്റെ പുക ഉയരുന്നു. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പലായനം ചെയ്യാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയ ജനം പിന്തുടരുന്നവർക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒളിസേന പട്ടണം പിടിച്ചടക്കിയെന്നും പട്ടണത്തിൻ്റെ പുക പൊങ്ങുന്നെന്നും കണ്ട് ജോഷുവയും ഇസ്രായേൽക്കാർ മുഴുവനും തിരിഞ്ഞ് ആയിക്കാരെ ആക്രമിച്ചു. ഇക്കൂട്ടർ പട്ടണത്തിൽ നിന്ന് അവരെ നേരിടാനായി പുറപ്പെട്ടതായിരുന്നു. ഒരിടത്തു നിന്ന് ഒരു കൂട്ടരും മറ്റൊരിടത്തു നിന്ന് മറുകൂട്ടരുമായി എത്തിയ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ അവർ അകപ്പെട്ടു. അതിജീവിച്ചവനോ രക്ഷപ്പെട്ടവനോ ആയി ആരും അവശേഷിക്കാത്ത വിധം അക്കൂട്ടരെ അവർ സംഹരിച്ചു. എന്നാൽ ആയി രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു. അവർ അവനെ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. മരുഭൂമിയിൽ തങ്ങളെ പിന്തുടർന്ന ആയി നിവാസികളെയെല്ലാം അവിടെയുള്ള തുറസായിടത്തു വെച്ച് ഇസ്രായേൽക്കാർ സംഹരിച്ചൊടുക്കി. അങ്ങനെ അവരെല്ലാവരും വാളിൻ്റെ വായ്ത്തലയാൽ നിശേഷം നിബന്ധിച്ചു. അപ്പോൾ എല്ലാ ഇസ്രായേൽക്കാരും ആയിലേക്ക് മടങ്ങിച്ചെന്ന് അതിനെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. സ്ത്രീ പുരുഷ ഭേദമന്യേ ആ ദിവസം നിബന്ധിച്ചവർ ആകെ 12,000 പേർ ആയിരുന്നു. അവരെല്ലാവരും ആയിലെ ആൾക്കാരായിരുന്നു. ആയി നിവാസികളെയെല്ലാം ഉന്മൂലനാചാര വിധേയമാക്കുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ കരം ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ച അവിടുത്തെ വാക്കനുസരിച്ച് ഇസ്രായേൽക്കാർ മൃഗഗണവും ആ പട്ടണത്തിൻ്റെ കൊള്ളവസ്തുവും മാത്രം തങ്ങൾക്കായി അപഹരിച്ചു. തുടർന്ന് ജോഷുവ ആയി കത്തിച്ച് എന്നേക്കുമുള്ള ഒരു കൂമ്പാരമാക്കി. അത് ഇന്നും വിജനമാണ്. പിന്നീട് അവൻ ആയി രാജാവിനെ സന്ധ്യാസമയം വരെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ജോഷുവ കൽപ്പിക്കുകയും അവർ അയാളുടെ ജഡം മരത്തിൽ നിന്നിറക്കി നഗരകവാടത്തിലേക്ക് എറിയുകയും അതിൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉയർത്തുകയും ചെയ്തു. അത് ഇന്നുവരെയുമുണ്ട്. അക്കാലത്ത് ജോഷുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേലിനെ അനുശാസിച്ചതുപോലെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രകാരം ഇരുമ്പ് തൊടാത്ത ചെത്താത്ത കല്ലുകളുടെ ഒരു ബലിപീഠം, അതിന്മേൽ അവർ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും സമാധാന ബലികൾ സമർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലരുടെ സാന്നിധ്യത്തിൽ താൻ എഴുതിയ മോശയുടെ നിയമത്തിൻ്റെ ഒരു പകർപ്പ് അവൻ അവിടെ കല്ലുകളിൽ ആലേഖനം ചെയ്തു. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാനായി കർത്താവിൻ്റെ ദാസനായ മോശ മുൻകൂട്ടി കൽപ്പിച്ചിരുന്നതുപോലെ അവിടെ ഇസ്രായേൽക്കാർ മുഴുവനും പ്രവാസി പോലെ തന്നെ സ്വദേശിയും അവരുടെ ശ്രേഷ്ഠന്മാർ, ഉദ്യോഗസ്ഥർ, ന്യായാധിപന്മാർ എന്നിവരും കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന ലേവായ പുരോഹിതന്മാർക്കുമിടയ്ക്കു മുമ്പിൽ പേടകത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പകുതി ഗെരിസിം മലയുടെ മുമ്പിലും പകുതി ഏബാൽ മലയുടെ മുമ്പിലുമായി നിന്നിരുന്നു. അതിനുശേഷം അനുഗ്രഹവും ശാപവുമായ നിയമവചനങ്ങളെല്ലാം നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നതുപോലെയെല്ലാം അവൻ വായിച്ചു. സ്ത്രീകളുടെയും ശിശുഗണത്തിൻ്റെയും ഇസ്രായേൽ സംഘം മുഴുവൻ്റെയും അവരുടെ ഇടയിൽ പരിചരിച്ചിരുന്ന പ്രവാസി ഗണത്തിൻ്റെയും മുമ്പിൽ വെച്ച് മോശ കൽപ്പിച്ച എല്ലാറ്റിലും നിന്ന് ജോഷുവ വായിക്കാത്തതായി ഒരു വാക്കും ഉണ്ടായിരുന്നില്ല. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം. ഗിബെയോൻകാരുടെ കൗശല വിജയം. ജോർദാൻ്റെ മറുകരെ മലയിലും സമതലത്തും ലെബനോനും മുമ്പിലേക്കുമുള്ള വൻ കടൽ തീരത്തെങ്ങുമുള്ള ഹിത്യ, അമോര്യ, കാനാന്യ, പെരീസ്യ, ഹിവ്യ, ജബൂസ്യ രാജാക്കന്മാരെല്ലാവരും അത് കേൾക്കാനിടയായപ്പോൾ ജോഷുവയുമായും ഇസ്രായേൽക്കാരുമായും യുദ്ധം ചെയ്യാൻ ഏകാഭിപ്രായത്തോടെ ഒരുമിച്ച് കൂടി. ജെറിക്കോയോടും ആയിയോടും ജോഷുവ ചെയ്തത് ഗിബിയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ സ്വമേധയാ കൗശലപൂർവ്വം പ്രവർത്തിച്ചു. അവർ പോയി ഭക്ഷണം തയ്യാറാക്കി കീറിപ്പറിഞ്ഞ് തുന്നിക്കൂട്ടിയ പഴഞ്ചൻ
വീഞ്ഞു തോൽക്കുടങ്ങളും തങ്ങളുടെ കഴുതകൾക്കായി കീറച്ചാക്കുകളും എടുത്തു. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകൾ അവരുടെ കാലുകളിലും പഴകിയ മേലങ്കികൾ അവരുടെ മേലും ഉണ്ടായിരുന്നു. അവരുടെ പാഥേയമായ അപ്പം ഉണങ്ങിയതും പൊടിഞ്ഞതുമായിരുന്നു. അവർ ജോഷുവയുടെ പക്കൽ ഗിൽഗാലിലെ പാളയത്തിലേക്ക് ചെന്ന് അവനോടും പൊതുവായി ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽക്കാർ സംഘാതമായി ഹിവികളോട് പറഞ്ഞു, നീ ഒരുപക്ഷെ എനിക്കിടയിൽ താമസിക്കുന്നവനായിരിക്കും. അപ്പോഴെങ്ങനെ ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും? അപ്പോൾ അവർ ജോഷുവയോട്, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് പറഞ്ഞു. ജോഷു അവരോട് ആരാഞ്ഞു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവർ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ പ്രതി വിദൂരദേശത്തു നിന്നാണ് നിന്റെ ദാസന്മാർ വന്നിരിക്കുന്നത്. അവിടുത്തെക്കുറിച്ചുള്ള വാർത്തയും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതൊക്കെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജോർദാൻ്റെ മറുകരയിലുള്ള അമോരികളുടെ ഇരു രാജാക്കന്മാരോട്, ഹെഷ്ബോൻ രാജാവായ സീഹോനോടും അഷ്താറോത്തിലെ ബാഷാൻ രാജാവായ ഓഗിനോടും അവിടുന്ന് പ്രവർത്തിച്ചതും, അതുകൊണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും ഞങ്ങളുടെ ദേശവാസികളെല്ലാവരും ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, യാത്രയ്ക്ക് വേണ്ട പാഥേയം കയ്യിലെടുത്ത് അവരെ സന്ദർശിക്കുവാൻ നിങ്ങൾ യാത്രയാകുവേ. എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യുവിൻ. നിങ്ങളുടെ പക്കലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദിവസം ഞങ്ങൾ ചൂടോടെ തയ്യാറാക്കിയതാണ് ഞങ്ങളുടെ ഈ അപ്പം. എന്നാൽ ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിറയ്ക്കുമ്പോൾ ഈ വീഞ്ഞ് തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവ കീറിപ്പറിഞ്ഞിരിക്കുന്നു. സുദീർഘമായ യാത്ര മൂലം ഞങ്ങളുടെ ഈ മേലങ്കികളും ചെരുപ്പുകളും പഴകിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നിർദ്ദേശം ആരായത് തന്നെ ആളുകൾ അവരുടെ പാഥേയത്തിലൽപ്പം സ്വീകരിച്ചു. അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിന് ജോഷു അവരോട് സന്ധി ചെയ്ത് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി. സമൂഹ നേതാക്കളും അവരോട് ശപഥം ചെയ്തു. അവർ അക്കൂട്ടരോട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ അക്കൂട്ടർ തങ്ങളോട് അടുത്തുള്ളവരാണെന്നും തങ്ങൾക്ക് മധ്യേ വസിക്കുന്നവരാണെന്നും അവർ കേട്ടു. പാളയം നീക്കിയിട്ട് 3-ാം ദിവസമാണ് ഇസ്രായേല്യർ അവരുടെ പട്ടണങ്ങളിൽ എത്തിച്ചേർന്നത്. അവരുടെ പട്ടണങ്ങൾ ഗിബിയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത്ത് യയാറീം എന്നിവയായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് സമൂഹ നേതാക്കന്മാർ അവരോട് ശബ്ദം ചെയ്തിരുന്നതിനാൽ ഇസ്രായേല്യർ അവരെ ആക്രമിച്ചില്ല. എന്നാൽ സമൂഹം മുഴുവൻ നേതാക്കന്മാർക്കെതിരെ പിറുപിറുത്തു. നേതാക്കന്മാരെല്ലാം സമൂഹം മുഴുവനോടുമായി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് ഞങ്ങൾ അവരോട് ശബ്ദം ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ അവരെ പ്രഹരിക്കുന്നത് നമുക്ക് സാധ്യമല്ല. നമുക്ക് അവരോട് ഇങ്ങനെ ചെയ്യാം, അവരെ ജീവിക്കാൻ അനുവദിക്കാം. അപ്പോൾ നമ്മൾ അവരോട് ഉറപ്പിച്ച ശബ്ദത്തെ പ്രതി നമ്മുടെ മേൽ പ്രതികാരം ഉണ്ടായിരിക്കുകയില്ല. അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് നേതാക്കന്മാർ അവരോട് പറഞ്ഞു. അങ്ങനെ നേതാക്കന്മാർ അവരോട് പ്രസ്താവിച്ചിരുന്നത് പോലെ അവർ സമൂഹത്തിന് മുഴുവനും വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി. ജോഷു അവരെ വിളിച്ച് ഇപ്രകാരം അവരോട് പ്രസ്താവിച്ചു, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ വസിക്കെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വളരെ ദൂരത്താണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? ആകയാൽ ഇപ്പോൾ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. നിങ്ങളിൽ നിന്ന് അടിമാവസ്ഥ വിച്ഛേദിക്കപ്പെടുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിനു വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കും നിങ്ങൾ. അവർ ജോഷുവയോട് പ്രത്യുത്തരമായി പറഞ്ഞു, ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരുന്നതിനും ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയെ അനുശാസിച്ചിട്ടുള്ളത് നിന്റെ ദാസന്മാരോട് കൃത്യമായി അറിയിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രതി അത്യന്തം ഭയന്ന് ഞങ്ങളുടെ ജീവന് വേണ്ടി ഇക്കാര്യം ചെയ്തുപോയി. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലാണ്. നിന്റെ ദൃഷ്ടികളിൽ ഞങ്ങളോട് ചെയ്യാൻ നല്ലതും യുക്തവുമെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേല്യരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവർ അവരെ വധിച്ചില്ല. സമൂഹത്തിനു വേണ്ടിയും കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അവിടുത്തെ ബലിപീഠത്തിനു വേണ്ടിയും വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായി അവരെ അന്ന് ജോഷുവ നിയമിച്ചു. ഈ ദിനം വരെയും അവർ അങ്ങനെ തന്നെ. സങ്കീർത്തനങ്ങൾ 126. കണ്ണീരിൽ നിന്ന് ആനന്ദാരവത്തിലേക്ക്. ആരോഹണഗീതം. കർത്താവ് സിയോൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അധരം ചിരിയും
ഞങ്ങളുടെ നാവ് ആനന്ദാരവവും നിറഞ്ഞതായി. അപ്പോൾ ജനതകൾ തങ്ങൾക്കിടയിൽ പറഞ്ഞു, കർത്താവ് ഇവരോടൊത്ത് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങളോടൊത്ത് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നവരായി. നെഗബിലെ നീരൊഴുക്കുകൾ പോലെ കർത്താവെ, ഞങ്ങളുടെ ഭാഗധേയം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാരവത്തോടെ കൊയ്യും. കരഞ്ഞുകൊണ്ട് വിതയ്ക്കുവാനുള്ള വിത്ത് ചുമന്നു പോകുന്നവൻ ആനന്ദാരവത്തോടെ കറ്റകൾ ചുമന്നു വരും.